La vida es un ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പലവർക്കും നമ്മളെ ഗെയിമിൽ കയറുമ്പോൾ തന്നെ ബാന് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പം നമുക്ക് വലിയ സെക്കൻഡ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് അക്കൗണ്ടിൻ്റെ മെയിൻ അക്കൗണ്ടിൽ എഴുതുന്നത് അറിയില്ല. അപ്പോൾ സെക്കൻഡ് അക്കൗണ്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ബാന് സസ്പെൻഷൻ ഒന്നും കിട്ടിയിട്ടില്ല. സസ്പെൻഷനൊക്കെ കിട്ടി കഴിഞ്ഞാൽ 1 വീക്ക് പിടിക്കും ഇതാക്കാൻ. അപ്പോൾ നമുക്ക് ഈ ലെജൻസിൽ വന്നതിൽ ഇപ്പോൾ 3 ലെജൻസ് വന്നത് ബോണോസിൻ്റെ എത്ര 20 എന്തോ വയസ്സുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റേറ്റിംഗ് കാര്യങ്ങൾ. ജുവൻറ്റസിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെ പറയാം. പിന്നെ നമുക്ക് കോസ്റ്റാക്കോർട്ടിൻ്റെ 22 വയസ്സുള്ള നമ്മുടെ ഒരു കോസ്റ്റാക്കോർട്ട് ഡിഫൻസീവ് ബാക്കായിട്ടുള്ള വന്നിട്ടുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. നമുക്ക് കോസ്റ്റാക്കോർട്ടിന് ഫ്രീ കിട്ടിയ കാർഡിന് അത്യാവശ്യം നല്ല രീതിക്ക് കളി പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് നഗോട്ടോമ 24 വയസ്സിൻ്റെ ഇൻ്റർ മിലാനത്തെ പ്ലെയർ ഇട്ടിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ അതിൽ ഒഫൻസീവാണ്, ഫുൾബാക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കും ഒക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ അതുവരെ കളിപ്പിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ പ്ലെയർ ഓഫ് ദ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ അതേപോലത്തെ കാർഡ് ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. എമാലിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കാർഡ് തന്നെയാണ് തുണി വന്നത്. ഞാൻ എമാലിൻ്റെ കളി വാച്ച് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ് എമാലിൻ്റെ. ഇത് വന്നിട്ട് ഡബിൾ ടച്ച് കാര്യങ്ങൾ റോഡ് ഉള്ള റോഡ് സൈഡ് കളർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നിക്കോ വില്യംസിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ. നിക്കോ വില്യംസിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണെങ്കിൽ പറയാം. പെർഫെക്റ്റ് വിന്നറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ച് അവൈലബിൾ ആണ്. പിന്നെ ഔട്ട് സൈഡ് കർലർ ത്രൂ പാസിങ് ഒക്കെ അവൈലബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ പുതിയതായിട്ട് വന്ന നമ്മളെ ലിവർപൂളിലത്തെ ഈ പ്ലെയറില്ല, പേരെന്താണെന്ന് കിട്ടുന്നില്ല. 22 വയസ്സാണ്. എന്തോ ഡീപ് ലൈൻ ഫോർവേഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിട്ടില്ല സ്റ്റാറ്റസ് എന്നുള്ളൊരു പ്ലെയറും കൂടിയാണ് നമ്മളെ ഈ ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മളെ സിമിലർ ജാനി പറഞ്ഞ എന്താ പറയുക, മാഞ്ചസ്റ്റർ സിറ്റിൻ്റെ ജാനി ബോക്സ് ടു ബോക്സ് ഒരു പ്ലെയറാണ്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഡബിൾ ടച്ച് അവൈലബിൾ ആണ്. ലോങ് റേഞ്ച് കളറുണ്ട്. പിന്നെ നമ്മളെ ഡേവിഡ് റയ ഇപ്പോൾ കൊടുത്ത കളിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സേവുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു കാർഡും കൂടിയാണ്. ഇത് ഒഫൻസീവ് ഫുൾ ബാക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, അപ്പോൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ റിച്ചാർഡ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഒരു ബൈസിക്കിൾ പോലെ അടിച്ചില്ലേ, ആ കാർഡാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് ഇതിന് കൊടുത്ത് കുറേ ലോങ് ടൈമിൻ്റെ ശേഷം തോന്നുന്നു ഇപ്പോൾ പ്ലെയർ ഓഫ് ദീഗിലോട്ടൊരു കാർഡ് വരുന്നത് റിച്ചാർഡ്സിൻ്റെ. പിന്നെ എന്തൊക്കെയോ പേരറിയാത്ത കുറച്ച് കാർഡുകൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബിൽഡപ്പിൻ്റെ ഒരു എറിക് ഡെയർ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറിനാണ്. പിന്നെ മൗറോ പറഞ്ഞിട്ടുള്ള പ്ലെയറുണ്ട്. ഇവനൊക്കെ ചിലവർ കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കെതിരായിട്ട് അറിയില്ല ഈ പ്ലെയർ ഏതാണ്. പിന്നെ സ്റ്റെജിൻ എന്ന് പറഞ്ഞ പ്ലെയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസൊക്കെ ഉണ്ട്, ഇല്ലായൊന്നും പറയാനില്ല. പിന്നെ പോർച്ചുഗലിൻ്റെ ഒരു പ്ലെയർ മെഗാസ് എന്ന് പറഞ്ഞിട്ട്, റിക്കാർഡ് മെഗാസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ. പിന്നെ ഡാനിയാൽ ബാൾഡ എന്തോ പറഞ്ഞിട്ടൊരു പ്ലെയറും കൂടി ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ പ്ലെയർ ഓഫ് ദീഗിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി എന്താണ് ഇംഗ്ലീഷ് എൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ചെൽസിൻ്റെ പ്ലെയർ ഉണ്ട്. പിന്നെ വേർഡ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ വലിയ സ്റ്റാമിനും പ്രതീക്ഷിക്കേണ്ട, വലിയ സ്റ്റാറ്റസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഗൈസ്. ചെറിയ രീതിക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കൊക്കെ ബാൻ കിട്ടി, ആർക്ക് സസ്പെൻഷൻ കിട്ടി എന്നൊക്കെ പറയാൻ മെയിൻ അക്കൗണ്ട് എന്താ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അടുത്തൊരു വീഡിയോ വരാം.